നമസ്കാരം. ഇന്നത്തെ നമ്മുടെ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത് വിനയൽ മാറ്റിൻ്റെ ഗുണത്തെ പറ്റിയാണ്. പല വാഹനോടമകളും അതുപോലെ തന്നെ വർക്ക്ഷോപ്പ് മെക്കാനിക്കും എല്ലാം പറയുന്നത് വിനയൽ മാറ്റ് യൂസ് ചെയ്യുന്നത് കൊണ്ട് വണ്ടിയുടെ പ്ലാറ്റ്ഫോമിന് തകരാറ് സംഭവിക്കാം എന്നാണ് പറയുന്നത്. ശരിയാണ്, അതിൽ തർക്കമില്ല. പക്ഷേ അതിൽ നമ്മൾ അറിഞ്ഞിരിക്കേണ്ട കാര്യമെന്ന് പറയുന്നത് ഓരോ 6 മാസം കൂടുന്തോറും വിനയൽ മാറ്റിൻ്റെ ഭാഗങ്ങളെല്ലാം ചെക്ക് ചെയ്യണം. കൂടുതലും പ്രശ്നങ്ങൾ വരുന്നത് ഈ കാണുന്ന ഭാഗത്തു നിന്നുമാണ് കൂടുതലും പ്രശ്നങ്ങൾ വരുന്നത്. ഇതിൻ്റെ ഉള്ളിൽ കൂടി പ്ലാറ്റ്ഫോമിലോട്ട് പൊടി ഇറങ്ങിയിട്ടാണ് കൂടുതലും പ്രശ്നങ്ങൾ വരുന്നത്. ഇതിപ്പോൾ വാഹനത്തിൻ്റെ ഉള്ളിൽ ചെളി ചവിട്ടി കയറ്റിയിട്ട് ആ ചെളി വാഷ് ചെയ്തതിൻ്റെ വീഡിയോ ആണ് ഞാൻ കാണിച്ചു തരുന്നത്. മറ്റുള്ള കാർപ്പറ്റ് ഇതാ ശ്രദ്ധിച്ചാൽ അറിയാൻ പറ്റും. മൊത്തം 3 സെക്ഷൻ മാറ്റാണ് ഇതിൽ വരുന്നത്. അതായത് ഉള്ളിലോട്ട് ചൂട് കയറാതിരിക്കാനായിട്ട് ഈ കാണുന്ന പഞ്ഞി പോലത്തെ ഒരു മാറ്റ് വരുന്നുണ്ട്. അത് ശ്രദ്ധിച്ചാൽ അറിയാൻ സാധിക്കും. അതിൻ്റെ മുകളിലാണ് കാർപ്പറ്റ് വരുന്നത്. അതിൻ്റെ മുകളിലാണ് നമ്മൾ വിനയൽ മാറ്റ് അടിക്കുന്നത്. ഓക്കെ, അപ്പോൾ ഇതിൻ്റെ ഒരു ഗുണമെന്ന് പറയുന്നത് ഈ മാറ്റ് നമുക്ക് കഴുകി ഇറക്കാൻ എളുപ്പമാണ്. ഇപ്പോൾ ഷാമ്പു, അതായത് സ്പോഞ്ചിൽ ഷാമ്പു മുക്കി തുടച്ചെടുത്തതാണ്, വെള്ളം ഒഴിച്ചിട്ടില്ല. ചെറിയ ഈർപ്പത്തിൽ നമുക്ക് ഈ ശ്രദ്ധിച്ചാൽ അറിയാൻ പറ്റും. അതൊക്കെ ഷാമ്പുവിൻ്റെ പതയാണ്. ചെറിയ ഈർപ്പത്തിൽ ഷാമ്പു മുക്കി തുടച്ചെടുത്തതാണ്. അപ്പോൾ നമുക്ക് വാഹനം ഉള്ളിലേക്ക് വാഷ് ചെയ്യാനും തുടച്ചിറക്കാനും ഒരു പക്ഷേ പൊടി പറ്റിയാൽ കൂടിയും നമുക്കൊരു ഗുണമുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ വാഹനത്തിൻ്റെ ഉള്ളിൽ ഇതുപോലെ സ്പോഞ്ചിൽ വെള്ളം നനച്ച ശേഷം അല്ലെങ്കിൽ ഷാമ്പു നനച്ച ശേഷം നമുക്കിതുപോലെ തുടച്ചെടുക്കുവാനായിട്ട് സാധിക്കും. പക്ഷേ പലരും ഈ ഒരു കാര്യം ശ്രദ്ധിക്കാറില്ല. ഏതെങ്കിലും ഒരു സാഹചര്യത്തിൽ എപ്പോഴെങ്കിലും വാഹനം സർവീസിന് കയറ്റുന്ന സമയത്തോ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും പാച്ച് വർക്കിനോ അല്ലെങ്കിൽ ടച്ച് ആൻഡ് പോളിഷിനോ ഒക്കെ കയറ്റുന്ന സമയത്തായിരിക്കും ഇതുപോലത്തെ കാര്യങ്ങൾ ശ്രദ്ധിക്കുന്നത്. അങ്ങനെ വരുന്ന സമയത്ത് അപ്പോഴത്തേക്കും നമ്മുടെ കയ്യിൽ നിന്ന് പോയിരിക്കും. അതുപോലെ തന്നെ നമ്മുടെ വാഹനത്തിൻ്റെ ഡ്രൈവർ സൈഡും കോ ഡ്രൈവർ സൈഡും പേസ്റ്റിങ് ചെയ്തതാണ്. അപ്പോൾ ഇവിടെയൊക്കെ മണ്ണിൻ്റെ ഈർപ്പം, അത് ചെളി മണ്ണ് പൂഴി മണ്ണൊക്കെ ഇറങ്ങിയിട്ട് അതിൻ്റെ ഈർപ്പം നിന്നിട്ടാണ് കൂടുതലും പ്രശ്നങ്ങൾ വരുന്നത്. ഓക്കെ, അപ്പോൾ ഈ ഭാഗമെല്ലാം നല്ലവണ്ണം തുടച്ചിറക്കി കഴിഞ്ഞാൽ, അറിഞ്ഞ് മനസ്സിലാക്കി തുടച്ചിറക്കി കഴിഞ്ഞാൽ ഇതുപോലെ സമയം കിട്ടുമ്പോൾ, എപ്പോഴൊന്നും വേണ്ട, സമയം കിട്ടുമ്പോഴെല്ലാം ഇതുപോലെ തുടച്ചിറക്കി കഴിഞ്ഞാൽ അത്രയും നമ്മുടെ വാഹനത്തിൻ്റെ പ്ലാറ്റ്ഫോമിനും മറ്റ് ഭാഗങ്ങൾക്കെല്ലാം ലൈഫ് കൂടുതൽ കിട്ടും. എല്ലാ ഭാഗവും എടുത്ത് കാണിച്ചു തരാം. ഇവിടെ എല്ലാം തുടച്ചിറക്കിയതാണ്, വേറെ പ്രശ്നങ്ങളൊന്നുമില്ല. ഇതെല്ലാം നമുക്ക് തുടച്ചിറക്കാവുന്നതേ ഉള്ളൂ. പക്ഷെ ഇതിൻ്റെ ഒരു ഗുണമെന്ന് പറയുന്നത്, ഈ വിനയൽ മാറ്റ് അടിച്ചുള്ള ഗുണമെന്ന് പറയുന്നത് ഇതാണ്. ഇതുപോലെ പൊടിയും മറ്റ് എന്തെങ്കിലും പ്രശ്നങ്ങൾ ചെളിയൊക്കെ വന്നു കഴിഞ്ഞാൽ നമുക്ക് കഴുകി ഇറക്കാനായിട്ട് എളുപ്പമാണ്. എന്ന് പറഞ്ഞ് വെള്ളം ഒഴിച്ച് കഴുകി കളയരുത്. ഇതുപോലെ ഇപ്പോൾ പറഞ്ഞതുപോലെ സ്പോഞ്ചിൽ ഷാമ്പു ഒരു ചെറിയ ഈർപ്പം വെള്ളത്തിൻ്റെ ഒരു നനവിൽ തൊട്ട് ഇതുപോലെ തുടച്ച് എടുത്താൽ മതിയാവും. കൂടുതൽ വാഹനങ്ങൾക്കും ഈ കാണുന്ന ഭാഗത്ത്, ഇവിടെയല്ല, ഇത് കോ ഡ്രൈവർ സൈഡാണ്, ഈ കാണുന്ന ഭാഗത്തെല്ലാം പൊടി ഇറങ്ങിയിട്ട് അവിടെ കാലക്രമേണ ഈർപ്പം നിന്നിട്ടാണ് പ്രശ്നം വരുന്നത്. ചിലർ ചെയ്യുന്ന രീതിയുണ്ട്. അതായത് ഈ ഭാഗത്ത് മാറ്റൊക്കെ അഴിച്ചിട്ട് അവിടെ ഗ്രീസോ ഓയിലോ ഒക്കെ ഒഴിക്കും. ഓയിൽ ഒഴിക്കുന്ന സമയത്ത് മണ്ണ് അങ്ങനെ ഇറങ്ങിയിട്ട് പൂഴി മണ്ണൊക്കെ ഇറങ്ങിയ ശേഷം അവിടെ കാലക്രമേണ ആ ഒരു ഓയിലിൻ്റെയും അതുപോലെ തന്നെ ഗ്രീസിൻ്റെയൊക്കെ ആ ഒരു കാലാവധി കഴിയുന്ന സമയത്ത് അവിടെ നിന്നിട്ട് കുറച്ച് കൂടുതലായിട്ട് നിന്നിട്ട് പൊടി പിടിച്ചിട്ട് അവിടെ തുരുമ്പ് കയറിയിട്ടാണ് ദ്രവിച്ച് പോകുന്നത്. ഓക്കെ, അപ്പോൾ അതുകൊണ്ട് ആ ഒരു കാര്യം ശ്രദ്ധിക്കണം. അതുപോലെ തന്നെ ഈ കാണുന്ന ഈ പാഡിൻ്റെയൊക്കെ ഇടയിൽ കൂടെ ഉള്ളിലേക്ക് പൊടി ഇറങ്ങിയിട്ടാണ് കൂടുതലും പ്രശ്നം വരുന്നത്. ഇനി വാട്ടർ സർവീസ് ചെയ്യുന്ന സമയത്ത് എയർ ഗൺ അടിച്ച് കാണിച്ചു തരാം ഏതെല്ലാം ഭാഗത്ത് ഈ പൊടി ഇരിക്കുമെന്ന്. ഓക്കെ, അപ്പോൾ നിങ്ങൾ ചെയ്യേണ്ട ഒരു കാര്യമെന്ന് പറയുന്നത്, ഒരു മാസത്തിലൊരു പ്രാവശ്യമെങ്കിലും ഇതുപോലെ സ്പോഞ്ചിൽ ഷാമ്പു മുക്കി തുടച്ചെടുത്താൽ മതിയാവും. വേറെ പ്രശ്നങ്ങളൊന്നുമില്ല. അപ്പോൾ ഇടയ്ക്കൊക്കെ അടിസൈഡ് റാമ്പിൽ കയറ്റി നിർത്തിയിട്ട് അടിസൈഡൊക്കെ ഒന്ന് ചെക്ക് ചെയ്യുന്നത് നല്ലതായിരിക്കും. ഓക്കെ, ജോയിൻ്റ് വരുന്ന ഭാഗം, കോർണർ ഭാഗമൊക്കെ ചെക്ക് ചെയ്യുന്നത് നല്ലതായിരിക്കും. പലരും പറയുന്നത് വിനയൽ അടിച്ചു കഴിഞ്ഞാൽ പ്രശ്നമാണെന്ന് പറയുന്നുണ്ട്. പക്ഷേ ഞാൻ ഏകദേശം ഒരു 11 വർഷത്തിന് മുകളിലായിട്ട് യൂസ് ചെയ്യുന്നത് കമ്പനി ഇറങ്ങിയ ടൈമിലുള്ള വിനയൽ മാറ്റാണ്. വേറെ കുഴപ്പങ്ങളൊന്നുമില്ല. ഇതിലാകെ വന്ന ഡാമേജ് എന്ന് പറയുന്നത് നമ്മുടെ ഡ്രൈവർ സൈഡ്, ആ കാണുന്ന ഡ്രൈവർ സൈഡ് കയറിപ്പോയിട്ടുണ്ട്. അതുപോലെ തന്നെ ഇത് സ്റ്റെപ്പ് പ്ലാറ്റ്ഫോം ആയതുകൊണ്ട് ഈ ഭാഗത്തും കയറിപ്പോയിട്ടുണ്ട്. അല്ലാതെ വേറെ പ്രശ്നങ്ങളൊന്നുമില്ല. അപ്പോൾ നിങ്ങളുടെ വാഹനം നിങ്ങൾ എത്രത്തോളം കെയർ ചെയ്യോ അത്രത്തോളം പ്ലാറ്റ്ഫോമിനും മറ്റ് മെറ്റൽ പാർട്സുകൾക്കും ലൈഫ് കൂടുതലായിരിക്കും. ഈ പറയുന്ന കാര്യങ്ങൾ ഒന്ന് സമയം പോലെ നിങ്ങൾക്ക് വീട്ടിൽ നിൽക്കുന്ന സമയത്ത് സമയം പോലെ ഒന്ന് ജസ്റ്റ് വിനയൽ മാറ്റ് അടിച്ചിരിക്കുന്ന വാഹനങ്ങൾക്ക്
ഇതുപോലെ ഒന്ന് തുടച്ചെടുക്കുന്നത് നല്ലതായിരിക്കും. അതുപോലെ തന്നെ മാസത്തിലൊരു പ്രാവശ്യമെങ്കിലും വാഹനം റാമ്പിൽ കയറ്റി നിർത്തിയിട്ട് അടി സൈഡ് ഈ റണ്ണിങ് ബോർഡിൻ്റെ ഇന്നർ പോർഷൻ അതുപോലെ തന്നെ ഔട്ടർ പോർഷനൊക്കെ നല്ലവണ്ണം ഒന്ന് ചെക്ക് ചെയ്യണം. ചെക്ക് ചെയ്തിട്ട് അവിടെ തുരുമ്പ് കയറിയിട്ടുണ്ടെങ്കിൽ അണ്ടർ ബോഡി കോട്ടിങ്ങും കൂടെ ചെയ്യുന്നത് നല്ലതായിരിക്കും. ഓക്കെ.